നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 14-ാമത്തെ വാക്യം. എന്ത് ആണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമാണ്. എന്താണ് ഈ നമ്മള് പാളയത്തിന് പുറത്തേക്ക് കടന്ന് ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിൽ കൂടെ വ്യക്തമാക്കുന്നത്? വീണ്ടും 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു. വേഴ്സ് 14. പ്രൈസ് ഗോഡ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രേ നാം അന്വേഷിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതില്ല. ആ വാക്യം ഞാൻ വിട്ടുകളയുക. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വരുവാൻ പോകുന്ന ലോകം ഇളകാത്തൊരു രാജ്യം. നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇളകാത്ത രാജ്യമാണ്. ഏത് സമയത്താണ് ഇളകാത്തൊരു രാജ്യമുണ്ടാകുന്നത്? ഇന്നത്തെ ഈ രാജ്യത്തിന് ഒരിളക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഇളകാത്തൊരു രാജ്യം പ്രാപിക്കുവാൻ പോകുന്നു എന്നുള്ളതും അത് അരിമനാഥനാകുന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമാകുന്നുവെന്നുള്ളതും നമ്മളന്ന് ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. അബ്രഹാം അത് കണ്ടാണ് മുൻപോട്ട് നോക്കിക്കൊണ്ട് നിന്നത്. പൂർവ്വപിതാക്കന്മാരെല്ലാവരും അവിടാണ് കടക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വാഗ്ദത്ത നിവർത്തി എന്ന് പറയുന്നത് ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിലുമായിട്ടാണ്. ദൈവത്തിന്റെ ദാസൻ ഇവിടെ കൊണ്ട് കൺകൂടിയുന്ന ഭാഗമാണ്. നമുക്ക് കർത്താവായ യേശുവിനോടുകൂടെ നമ്മുടെ സ്ഥാനം ലോകത്തിന് പുറത്താകുമ്പോൾ, അഥവാ പാളയത്തിന് പുറത്താകുമ്പോൾ, സമൂഹം നമ്മെ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത്, മറ്റുള്ളവര് നമ്മെ തള്ളിക്കളയുന്ന സമയത്ത് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. നമുക്കുള്ള സ്ഥലമെന്ന് പറയുന്നത് പാളയത്തിന് പുറത്താണ്. അതുകൊണ്ട് എന്തുണ്ടാകണം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ പാളയം നമ്മുടേതല്ല എന്നുള്ളത് ഓർമ്മയിൽ വേണം. അതാണ് വളരെ ആവശ്യമായിട്ടുള്ളത്. ഈ ലോകത്തിൽ നാം സ്ഥിരമായി ജീവിക്കുവാനുള്ളവരല്ല. ഈ ലോകത്തിൽ എന്നേക്കും നമ്മൾ വസിക്കുവാനുള്ളവരല്ല. നമ്മൾ വെറും ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു പാർപ്പിടം മാത്രമാണോ നമുക്കിവിടെ ഉള്ളത്? ഇവിടുന്ന് നമ്മൾ മാറ്റപ്പെടേണ്ട ഒരു സമയമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അതുകൊണ്ട് 15-16 വാക്യത്തിലേക്ക് കടന്നത് അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഭാഗം ഇപ്രകാരം പറയുന്നു. അതുകൊണ്ട് ഏതുകൊണ്ടാണ്? മുൻപിൽ പറയപ്പെട്ടതായിരിക്കുന്ന കാര്യമുള്ളത് കൊണ്ട്. മുൻപിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായിട്ട് 2 യാഗപീഠങ്ങളെ നമ്മൾ കാണുവാനിടയായി. ഒന്ന്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇറക്കിയതായ യാഗപീഠം, അഥവാ മോശ മുഖാന്തരമായിട്ട് കൽപ്പന കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു യാഗപീഠം. 2, അരിമനാഥനാകുന്ന യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയി അവിടെ വെച്ചിരിക്കുന്ന ഒരു യാഗപീഠം. അപ്പോൾ ആ 2ാമത്തെ യാഗപീഠത്തെ കുറിച്ച് പറഞ്ഞിട്ടാണോ താഴോട്ട് ഈ ഭാഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗാഡ്. അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗാഡ്. 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അതർ ഫെലോ ബിലീവേഴ്സ്. 15-ാമത്തെ വാക്യം ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തുമ്പോൾ, 16-ാമത്തെ വാക്യം കൂട്ട സഹോദരങ്ങളോടുള്ള അഥവാ ലോകത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് വെളിപ്പെടുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ആ വാക്യം വീണ്ടും ഇപ്രകാരം വായിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിനോ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിന്റെ യാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയാകുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് സാക്രിഫൈസ്. പുതിയ നിയമത്തിന്റെ യാഗങ്ങൾ. പഴയ നിയമത്തിൽ ദൈവം യാഗങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ട് 5 യാഗങ്ങളെയാണ് നമ്മൾ കണ്ടത്. 1 പാപയാഗം, 2 അകൃത്യയാഗം, 3 ഹോമയാഗം, 4 ഭോജനയാഗം, 5 സമാധാനയാഗം. 5 യാഗങ്ങളെയാണ് പഴയ നിയമത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലും യാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് 7 യാഗങ്ങളാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. 7 sacrifice in the New Testament. പുതിയ നിയമത്തിൽ പ്രധാനമായിട്ട് 7 യാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് ഒരു കർമ്മമായിരുന്നു.
അത് മറ്റു പലതിൻ്റെയും ഒരു നിഴൽ മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ യാഗങ്ങൾ എന്ന് പറയുന്നത് നിഴലല്ല, അതിന്റെ റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അത് മറ്റൊന്നിന്റെയും നിഴലായിട്ട് വെളിപ്പെടുന്നതല്ല, മറ്റൊന്നിനെ സാദൃശ്യമാക്കി കാട്ടുന്നതല്ല, പിന്നെയോ വാസ്തവമായതാണോ ഇന്ന് പുതിയ നിയമത്തിൽ നടക്കുവാൻ പോകുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഭാഗം പ്രകാരമാണോ, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് ആർക്കാണോ നമ്മൾ ഈ യാഗം കഴിക്കുന്നത്, എവിടേക്കാണ് നമ്മൾ ഈ യാഗം കഴിക്കുന്നത്? ഒന്നാമത് മനസ്സിലാക്കുന്ന ഓൾ ദ സാക്രിഫൈസ് ഡയറക്റ്റഡ് ഗോഡ് ദ ഫാദർ. പിതാവിനാണ് യാഗം കഴിക്കേണ്ടത്. എല്ലാ യാഗങ്ങളും ദൈവത്തിങ്കിലേക്കാണ് കടന്നു ചെല്ലുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഓൾ സാക്രിഫൈസ്. അവിടെ വേദപുസ്തകം നമ്മൾ വായിച്ച വാക്യപ്രകാരം പറയുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന്. അപ്പോൾ ദൈവത്തിനാണ് യാഗം കഴിക്കേണ്ടത്. അപ്പോൾ പുതിയ നിയമത്തിന്റെ സകല യാഗങ്ങളും ദൈവത്തിനാണ്. എന്നാൽ ഒരു വിശ്വാസി എത്രമാത്രം വിശുദ്ധനായിരുന്നാലും അവന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് അവന് ഡയറക്റ്റ് ദൈവത്തിന്റെ അടുക്കൽ പോയി യാഗം കഴിക്കുവാൻ സാധ്യമല്ല. പിന്നെയോ യാഗം കഴിക്കണമെങ്കിൽ ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കണം. ആരാണ് ആ മീഡിയേറ്റർ? ആ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം. ആര്? യേശുക്രിസ്തു മുഖാന്തരം, ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആർക്ക് യാഗങ്ങളാണ്. പക്ഷെ ഏത് യാഗങ്ങളും പിതാവായിരിക്കുന്ന ദൈവത്തിനാണോ യാഗം കഴിക്കുന്നത്? അത് ആരിൽ കൂടെ വേണം? പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ. ഇതാണ് അരുമനാഥനാകുന്ന യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതും ഇപ്രകാരം തന്നെയാണ്. അതിന്റെ തുടക്കം ഇപ്രകാരം പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയുടെ അവസാനമായി കൺക്ലൂഡ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എവിടെയാണ് ഈ മുകളിൽ പറഞ്ഞ സകല പ്രസ്താവനകളും, മുകളിൽ പറഞ്ഞ സകല കാര്യങ്ങളും എന്റെ സ്വന്തം നീതി കൊണ്ടല്ല ഞാൻ അങ്ങോട്ട് കൊണ്ട് വെക്കുന്നത്, പിന്നെയോ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഞാൻ വിശുദ്ധനായിരുന്നാലും, എത്രമാത്രം ഞാൻ നീതിമാനായിരുന്നാലും എന്റെ നീതി അല്ല ദൈവത്തിന്റെ അടുക്കലേക്ക് എന്റെ പ്രാർത്ഥന കൊണ്ട് ചെല്ലുന്നത്, പിന്നെയോ അരുമനാഥനാകുന്ന യേശു കാൽവഴിയിൽ ചെയ്തതായിരിക്കുന്ന ശ്രേഷ്ഠമാർഗ യാഗമാണോ അതിന് കാരണമായിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യരുതെന്നല്ല, നമുക്കൊരു വിശുദ്ധ ജീവിതം വേണ്ടെന്നല്ല, നമ്മൾ നീതിയോടെ ജീവിക്കരുതെന്നല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സെൽഫായിരിക്കുന്ന റൈച്ചസ്നെസ് കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാനേ സാധ്യമല്ല. ഇവിടെ എന്തൊക്കെയാണ് ഈ യാഗം അർപ്പിക്കേണ്ടത്? അതിൽ പ്രാരംഭമായിട്ട് ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1. റോമക്കലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ ഒന്നാമത്തെ യാഗമാണ് അവർ ബോഡി ആസ് എ സാക്രിഫൈസ്. നമ്മുടെ ശരീരം ഒരു യാഗമായി തീരണം. ഒരു യാഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു യാഗത്തിന് ഒരു വിലയുണ്ട്. പഴയ നിയമത്തിൽ ഒരു വ്യക്തി യാഗം കഴിക്കുമ്പോൾ വെറുതെ അല്ല ഒരു യാഗം കഴിക്കുന്നത്, അതിന് ചെലവുണ്ട്, അതിന് ഒരു വില കൊടുക്കുന്നതായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി യാഗം കഴിക്കുമ്പോഴും അവൻ അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ വിലയല്ല അതിൽ പ്രാധാന്യമായിരിക്കുന്നത്, എങ്കിലും വില അതിനകത്ത് ആവശ്യമാണ്. പഴയ നിയമത്തിലെ യാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, ഒരു സാധാരണപ്പെട്ട വ്യക്തി യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുവന്നാലും, ഒരു മൃഗത്തെ കൊണ്ടുവന്നാലും ആ യാഗം കഴിക്കുവാനുള്ള യോഗ്യത ആ കൊണ്ടുവരുന്ന വ്യക്തിക്കല്ല, പിന്നെയോ പുരോഹിതനാണോ ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഗ്യത. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിലും ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യതയുള്ളവര് പുരോഹിതന്മാരാണ്. ഏത് പുരോഹിതന്മാരാണ് ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യതയുള്ളവര്? വായിച്ചാട്ട് 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 1 Peter chapter 2 verse number 4 and 9. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 1 Peter chapter 2 verse 9. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
രാജകീയ പുരോഹിത വർഗവും. അപ്പോൾ ആരാണ് നാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാം എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട വ്യക്തി അല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് റോയൽ പ്രീസ്റ്റ്ഹുഡായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട്. അന്ന് ഞാൻ പറയുവാൻ ഇടയായിട്ടൊന്ന് പ്രധാനമായിട്ട് ഈ ലോകത്തിൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 ടൈപ്പ് ഓഫ് പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. 3 പുരോഹിതന്മാർ. ഒന്ന് അഹരോൻ എന്നുള്ള പുരോഹിതൻ. അഹരോൻ എന്നുള്ള പുരോഹിതൻ ആർക്ക് പുരോഹിതനായിരുന്നു? ബാക്കിയുള്ള ഇസ്രായേൽ മക്കൾക്ക്, ഹോൾ ഇസ്രായേലൈറ്റ്സ്. അഹരോൻ പുരോഹിതനായിരുന്നു. അഹരോന്റെ പൗരോഹിത്യം ടു ഓൾ ഇസ്രായേലൈറ്റ്സ്, എല്ലാ ഇസ്രായേൽ മക്കൾക്കും. രണ്ടാമത്തെ പൗരോഹിത്യമാണ് അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം. യേശു ക്രിസ്തു ദ സുപ്രീം ഹൈ പ്രീസ്റ്റ് ഓർ ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഫോർ ഹിസ് ഓൺ പീപ്പിൾ, ഫോർ ദ സേവ്ഡ് വൺ. മൂന്നാമതായിട്ടുള്ള പൗരോഹിത്യമാണ് ഇന്ന് പുതിയ നിയമത്തിലെ വിശ്വാസികൾ എല്ലാവരും പുരോഹിതന്മാരാണ്. ഓൾ ദ ബിലീവേഴ്സ് ആർ ദ പ്രീസ്റ്റ്. എല്ലാ വിശ്വാസികളും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചിട്ടുള്ള സകലരും ഇന്ന് പുരോഹിതന്മാരാണ്. അവർക്ക് പുരോഹിതന്മാരാണ് ദ റിമൈനിങ് ജെന്റൈൽസ്. യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നവർക്ക്, യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക്. എന്താണ് പുരോഹിതൻ? എന്റെ ജോലി എന്താണോ? ദൈവത്തിനും മനുഷ്യനും ഇടവിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. നമ്മൾ എല്ലാവരും ആര് തന്നെയായിരിക്കുന്നു? റോയൽ പ്രീസ്റ്റ്ഹുഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പോൾ നമ്മൾ പുരോഹിതന്മാരായതുകൊണ്ട് നമുക്കുള്ള ഒരു ഡ്യൂട്ടിയാണ് യാഗം കഴിക്കുക എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ യാഗം കഴിക്കുന്നത്? 1 Peter chapter 2 verse number 3 and 4, 3-4 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, 1 പത്രോസ് 2-ാം അധ്യായം, മനുഷ്യ തള്ളിയതെങ്കിലും നമ്മൾ വായിക്കുന്നത് 1 Peter chapter 2 verse 3 onwards. അവിടെ പറയുന്നു, മനുഷ്യ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും. അപ്പോൾ ആരാണ് ജീവനുള്ള കല്ല്? ജീവനുള്ള കല്ലെന്ന് പറയുന്നത് യേശു. അപ്പോൾ യേശുവാണോ ജീവനുള്ള കല്ല്? വേദപുസ്തകം പറയുന്നു, മനുഷ്യ തള്ളിയതായിരുന്നു, തള്ളപ്പെട്ടതാണ്, കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയതാണ്. പക്ഷെങ്കിൽ ആ തള്ളിക്കളഞ്ഞ കല്ലാണോ മൂലക്കല്ലായി തീർന്നത്? ആ കല്ലാണോ ജീവനുള്ള കല്ലായി മാറ്റപ്പെട്ടത്? അപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും ആയിരിക്കുന്ന ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കണം? നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ എന്തു വരണം? യേശുവാകുന്ന ജീവനുള്ള കല്ലിലേക്ക് ഞാനൊന്ന് അടുത്തു വരുമ്പോൾ ഞാനാകുന്ന കല്ലും ജീവൻ പ്രാപിക്കും. അതാണ് പ്രത്യേകത. ഒരാത്മീയ ഗ്രഹം പണിയപ്പെടുന്നതിന് മുമ്പ് ഈ പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹം എന്ന് പറയുന്നത് ഒരു ഭൗതികമായിരിക്കുന്ന കെട്ടിടമല്ല. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കെട്ടിടത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഒരാത്മീയ ഗ്രഹമാണ്, ഒരു സ്പിരിച്വൽ ഹൗസ്. ഒരാത്മീയ ഗ്രഹമാണോ ഇവിടെ പണിയപ്പെടുന്നത്? അപ്പോൾ ഇവിടെ പണിയപ്പെടുന്ന ആത്മീയ ഗ്രഹത്തിന് ഇതിന്റെ അടിസ്ഥാന കല്ല് എങ്ങനെയുള്ളതായിരിക്കുന്നുവോ അതിനെ ബേസ് ചെയ്തുള്ളതായിരിക്കും ബാക്കിയുള്ള കല്ലുകൾ. അപ്പോൾ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പോൾ നമുക്കൊരു വലിയ മാറ്റമുണ്ടാകണം. നമ്മളാകുന്ന കല്ലുകൾ ജീവൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, ആ കല്ലിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിച്ചുവെങ്കിൽ
ആ കല്ലുമായിട്ട് ആര് മുട്ടി നിൽക്കുന്നുണ്ട് അവരും ജീവൻ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യേശുവിനെ ദൈവം അയച്ചത് ജീവൻ പ്രാപിക്കേണ്ടതിനാകുന്നുവെങ്കിൽ, മരിച്ചവരെ ജീവിപ്പിക്കുവാനാകുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമാണ് ജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത്. ആ ജീവൻ പ്രാപിച്ച കല്ലുകളായിട്ട് ഞാൻ മാറ്റപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഇരിക്കുന്ന കല്ലുകളൊക്കെ ജീവൻ പ്രാപിച്ച കല്ലുകളാണെങ്കിൽ താഴോട്ട് ഒരാത്മീയ ഗ്രഹമായി അത് പണിയപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പണിയപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആത്മീയ ഗ്രഹം ഒന്ന്, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ഞാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുകയാണ്. ദൈവം വസിക്കുന്നത് ഒരു പള്ളിയിലല്ല, ദൈവം വസിക്കുന്നത് ഒരു കെട്ടിടത്തിലല്ല. ദൈവത്തിന് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒതുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ദൈവത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള ദൈവമാണ്. എന്റെ ദൈവം എന്ന് പറയുന്നത് ആ സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമായിരിക്കുകയാണ്. ഈ ദൈവത്തെ ഒരു കെട്ടിടത്തില് ഒതുക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റ് മതങ്ങളും ക്രിസ്തീയത്തിനും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റു പല മതങ്ങളും അവരുടെ ദേവന്മാരെ കൊണ്ട് ഒതുക്കി നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഒതുക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്റെ ദൈവം സ്വർഗം അവന്റെ സിംഹാസനമായിരിക്കുമ്പോൾ, ഭൂമി അവന്റെ പാദപീഠമായിരിക്കുമ്പോൾ, ഈ ഭൂമി എന്ന് പറയുന്ന ഹോൾ പോർഷൻ എന്റെ ദൈവത്തിന്റെ പാദങ്ങൾ പതിയപ്പെടുന്ന സ്ഥലമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവം എത്രമാത്രം വലിയവനാകുന്നുവെന്ന് പറയുന്നത്, ഈ ദൈവം എത്രമാത്രം ഉന്നതനാകുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ് ദൈവം മറ്റുള്ളവരെക്കാളെല്ലാം ഉന്നതനായിരിക്കും ദൈവമാണ്. എന്താണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വർഗത്തിലെ ദൈവമാണ് എന്റെ ശരീരം ദൈവത്തിന് മന്ദിരമാക്കേണ്ടതിന് ഇന്ന് ദൈവം എന്ത് സംഭവിച്ചു? ഈ മന്ദിരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കടന്നു വരുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? വേദപുസ്തകം പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് അരുമനാഥനാകുന്ന യേശു നമ്മുടെ വാതിൽക്കലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയമാണ് എല്ലാത്തിന്റെയും തുടക്കം, വളരെ വാല്യുബിൾ ആയിരിക്കുന്ന പാർട്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഹൃദയത്തിലേക്ക് ദൈവം കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനും നിങ്ങളും യേശുവെ നീ എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ ആ യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരിക. അതിന്റെ അർത്ഥം യേശു എന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു കൊച്ചു ദൈവമാണെന്നല്ല, പിന്നെയോ യേശു വലിയവൻ തന്നെയാണ്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠമായിരിക്കുന്ന പോലെ ഉന്നതനായിരിക്കും ദൈവം. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാണ് എന്നിലും നിങ്ങൾ വസിക്കുവാൻ കാരണമായിരിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാം ആളത്വം പരിശുദ്ധാത്മാവിനിൽ വസിക്കുവാൻ കാരണമായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഈ ശരീരം, ഈ പോന്തോട് ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെട്ടു. ഇങ്ങനെ മന്ദിരമായി തീർന്ന അനേക പോന്തോടുകൾ ഒരുമിച്ച് കൂടുന്നതാണ് അടുത്ത ആത്മീയ ഗ്രഹം എന്ന് പറയുന്നത്. സത്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് എന്റെ ശരീരം ദൈവത്തിന് മന്ദിരമാകുന്നു. രണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ശരീരങ്ങൾ എല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കേണ്ട ഒരു ആത്മീയ ഗ്രഹമായി മാറ്റപ്പെടുവാൻ കാരണമായി തീരുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഒരു ആത്മീയ ഗ്രഹമായിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുവാകുന്ന ജീവനുള്ള കല്ലായി അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ജീവനുള്ള കല്ലുകളായി മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ആത്മീയ ഗ്രഹമായി തീരുവാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ നടുവിൽ ജീവനില്ലാത്ത പലതും ഉണ്ടായിരിക്കാൻ അതിന്റെ അർത്ഥം അവർ ഉൾപ്പെടെ ആത്മീയ ഗ്രഹമാണെന്നല്ല അതിന്റെ അർത്ഥം. ഒരു ആത്മീയ ഗ്രഹമാകണമെങ്കിൽ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരാതെ ഒരു ആത്മീയ ഗ്രഹമായി തീരുവാൻ സാധ്യമല്ല. വളരെ പ്രാധാന്യത.
ഒരാത്മീയ ഗ്രഹമായി മാറ്റപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ആത്മീയ ഗ്രഹമായി തീരണം. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയോണം, ഒരു ദൈവ പൈതലിന്റെ വേർപാടെന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യത ഇവിടെയുണ്ട്. ആ ജീവനില്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകളായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധിക്കും വേർപാടിനും ദൈവത്തിന്റെ വചനത്തിൽ വളരെ പ്രാധാന്യതയുണ്ട്. ഏതെങ്കിലും രീതിയിൽ ജീവിക്കാനുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിക്കും വേർപാടിലേക്കുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് ജാതികളോട് ഇണയില്ലപ്പെട കൂടുമെന്ന് പറയുമ്പോൾ ജാതികളുമായിട്ട് ഇണയില്ലപ്പെട കൂടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനത്തിന് മുൻപിനോട് ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ രക്ഷിച്ചുവെങ്കിൽ ആ ദൈവം നിങ്ങളെ നോക്കി വേദനിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കണം. കാരണമെന്ന് സ്വർഗത്തിലെ ദൈവം വീണ്ടെടുത്തത്, സ്വർഗത്തിലെ നിങ്ങളെ രക്ഷിച്ചത്, അവസാനത്തുള്ള രക്തം നിങ്ങളെ ഊറ്റിത്തന്ന് നിങ്ങളെ വിലക്കി വാങ്ങിയത് നിങ്ങൾ വേർപെട്ട ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടിയ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം എന്റെ നിരൂപണം കാണുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് എത്രമാത്രം ഭാരമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിലെ മനുഷ്യൻ നമ്മുടെ പ്രവൃത്തി കാണുന്നു, ദുഷ്ടപിശാചിന്റെ പ്രവൃത്തി കാണുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തെ നിരൂപണം ദൂരത്തെ ഗ്രഹിക്കുന്നു. ആ ദൂരത്തെ നിന്ന് ഗ്രഹിക്കുന്ന ആൾക്ക് ദൈവമാണ് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരണം എന്ന് രാത്രി മനസ്സിലാക്കണം. ആ ജീവനുള്ള കല്ലുകളായിരിക്കാതെ ദൈവത്തിന് ഉപയോഗമായിരിക്കുന്ന ഒരു യാഗം കഴിക്കുവാൻ സാധ്യമല്ല. പറഞ്ഞു കരങ്ങളുയർത്തി സ്തുതിപ്പിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആരെല്ലാം ആ കല്ലുമായിട്ട് മുട്ടിയിരിക്കുന്നുണ്ട് അവരുടെ ഉള്ളങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എന്താ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്? ഒന്നാമത്തെ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന് യാഗമായി തീരണം. അപ്പോൾ ഒന്നാമത് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ അടുക്കൽ ഞാൻ നിങ്ങളും ആയിരിക്കുമ്പോൾ എന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു യാഗമായി തീരണം. പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ആരാധനയ്ക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്, ദൈവസന്നിധി നമ്മൾ കടന്നു വരുന്നുണ്ട്. കടന്നു വന്നാൽ തന്നെയും ഈ ശരീരം നമ്മുടെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കുമെന്നല്ലാതെ ദൈവത്തിന് ഹിതരമായി ചലിപ്പിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു കൊടുത്ത വേർഡാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. എന്റെ മുൻപിൽ ചില കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടുകൾ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമെന്നല്ലാതെ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന് ഹിതമെന്നിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാതിരിക്കുന്നത് പലപ്പോഴും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആരാധന നടക്കാതെ മാറി നിൽക്കുവാൻ കാരണമായി ിരിക്കുന്നു. എന്താ വേണ്ടത്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ ഒരു യാഗമായിട്ട് കടന്നു വരുന്ന ആ സമയത്ത് ആ യാഗത്തിനുണ്ടാകേണ്ട പ്രത്യേകതയാണ്, യാഗത്തിൽ അല്പം ജീവൻ ഉണ്ടാകണം. മുഖം നോക്കിയാൽ മനസ്സിലാക്കണം ജീവനുള്ളവരായിരിക്കുന്നതെന്ന്. മുഖം നോക്കുന്ന ചത്തതിന് തൊട്ട് തുല്യമായിരിക്കുന്നത്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ആർസ്റ്റാൻലി ഒരിക്കലും ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുവാൻ അദ്ദേഹം പറഞ്ഞൊരു വേർഡുണ്ട്. പറഞ്ഞിപ്രകാരം അന്നത്തെ കാലത്ത് ഒത്തിരി കാലം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിയർ അബൌട്ട് 25 years back സ്റ്റോറി. അന്ന് അദ്ദേഹം പറഞ്ഞതാ, പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിരിക്കുന്ന ഫോട്ടോ പണ്ടെടുക്കുന്ന പോലെയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ നേരെ ഇരിക്കാൻ പറയും, സ്റ്റഡി ആയിട്ടിരിക്കുക, തിരിഞ്ഞെഴുത് ഇങ്ങനെ ചെയ്തോണം, മുഖത്തൊരു ചിരിപോലുമില്ല. ആ രീതിയിലാ ദൈവസന്നിധി വന്നിരിക്കുന്നത്. ജീവനുള്ള ആലയമായിട്ടിരിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഉള്ളത്തിൽ ദൈവത്തോടുള്ള നന്ദി നിറയപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ മുഖത്തെ സന്തോഷം വെളിപ്പെടുന്നതിൽ യാതൊരു സംശയവുമില്ല. ആരെങ്കിലും പറഞ്ഞാലും ചിരിപ്പിക്കേണ്ടതോ സ്വന്തത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്. എന്നാൽ ആ ഭാരങ്ങൾക്കപ്പുറമായി എന്നെ രക്ഷിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ എന്റെ ഉള്ളം തുള്ളാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ജീവനുള്ളതായിരിക്കണം, മുഖത്തൊരു ജീവൻ വേണം. ആ
ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ജീവൻ ഉള്ളവർ വന്നിരിക്കുമ്പോൾ ആരാധന നിന്ന് കത്തുന്നത്, അല്ലാത്തവരുടെ അടുക്കൽ ഇവിടെ കിടന്ന് എത്രമാത്രം തമ്പകൾ കൂട്ടിയാലും ഒരനക്കം ഉണ്ടാകത്തില്ല. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ജീവനുള്ള ആരാധനയായി തീരണം. എന്റെ ശരീരം ജീവനുള്ളതായിരിക്കണം. ആരാധന, എന്റെ ശരീരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണമെങ്കിൽ എന്റെ ശരീരം എന്ന് പറയുന്നത് ഒന്നാമത് ജീവൻ ഉണ്ടാകണം. രണ്ട്, അതിനെന്താ ഉണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധമായിരിക്കണം. അശുദ്ധിയോടുകൂടെ കടന്നു വന്നിട്ടല്ല ദൈവസന്നിധാനത്തിലായിരിക്കുന്നത്. ദൈവത്തിന് മുൻപാകെ ഒരു യാഗമായിട്ട് എന്റെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അശുദ്ധമായിരിക്കുന്ന മൃഗത്തെ കൊണ്ട് യാഗം കഴിക്കുവാൻ ദൈവ വ്യവസ്ഥയില്ല. ഊനമുള്ളതിനെ യാഗം കഴിക്കുവാൻ ദൈവത്തിന് വ്യവസ്ഥയില്ല. കണ്ണുപൊട്ടതിനെ യാഗം കഴിപ്പാൻ ദൈവത്തിന് മുമ്പാകെ വ്യവസ്ഥയില്ല. ദൈവത്തിന് മുമ്പാകെ വ്യവസ്ഥയുള്ളത് ഊനമില്ലാത്തതിനെ വേണം ദൈവത്തിന് മുമ്പാകെ യാഗമായി കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ ആ വിശുദ്ധിയിലായിരിക്കണം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത്. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള ദൈവത്തിന്റെ ആരാധന. മൂന്നാമത് പറയുന്നു, ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള. ഈ ഭാഗം നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതാ. ദൈവത്തിന് പ്രസാദമെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥനവാചകം ഇത് മാത്രമേ ഉള്ളൂ. കർത്താവേ, ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട സമയത്ത് സ്വർഗ്ഗം എന്നെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങൾ പ്രസാദിച്ചുവെന്ന്. അതിനുശേഷം പല സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ പ്രസാദിക്കണമെന്ന്. ഞാൻ ദൈവത്തോട് ഒരു പ്രാർത്ഥനയുള്ള കർത്താവേ, എന്റെ ഈ ലോകത്തിൽ കണ്ണടയുകയോ അല്ലെങ്കിൽ അങ്ങ് കടന്നു വരുന്ന സമയത്തോ ഒരേ വേർഡ് എനിക്ക് കേൾക്കണം. എന്റെ ദൈവമേ, എന്റെ ദൈവം എന്നോട് പറയണം, ഞാൻ നിന്നെ പ്രസാദിക്കുന്നുവെന്ന്. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇതിനപ്പുറത്ത് ഒന്നും നേടേണ്ട കാര്യമില്ല. ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും ഒന്നും എല്ലാവരും തള്ളി നമ്മളെ പുറത്തു കളഞ്ഞാലും സ്വർഗ്ഗത്തിലെ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുക, എന്റെ കുഞ്ഞെ ഞാൻ നിന്നെ പ്രസാദിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയതൊന്നുമില്ല. ഒരു മനുഷ്യ ലോകം നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാലും എന്ത് പ്രയോജനം? ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ്. രാവിലെ ചെന്ന് ദൈവ സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് പറയുന്നത്, എന്റെ അപ്പച്ച, നീ എന്നും പ്രസാദിക്കുമ്പോൾ എന്നോടൊന്ന് സംസാരിക്കണം, നിന്റെ സ്വരമെന്ന് കേൾക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. നിന്റെ പൊന്നു മോനാ ഞാനെന്നുള്ളത് നിന്റെ വാവിൽ കൂടെ കേൾക്കുവാൻ ഇടയാക്കണം. പാസ്റ്റർ പറഞ്ഞു, നല്ല ദൈവവേദനാന്ന് പറയുന്നത് അല്ല വേണ്ടതോ, സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് സംസാരിക്കണം. പലരും പറയുമായിരിക്കാം, പലരെയും നോക്കിക്കൊണ്ട് ഒത്തിരി നല്ലവരാണെന്ന്. പക്ഷെ അതൊക്കെ സ്വയമായിട്ടറിയാം അവരുടെ അവസ്ഥ എന്തുവാണെന്നുള്ളത്. നിലവിൽപ്പെട്ട് വാവിട്ട് നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. ദൈവത്തിന്റെ ദാസൻ പൗലോസിനോട് ചോദിച്ചാൽ പറയും, പൗലോസ് ഇപ്രകാരം പറയുന്നു, എനിക്ക് യാതൊരു പാപത്തെക്കുറിച്ച് ബോധമില്ലെന്ന് താൻ പറഞ്ഞ അതേ നാവ് കൊണ്ട് താൻ പറയുന്ന ഒരു വേട് ഇപ്രകാരമാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. മരണത്തിന് അധികമായി ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. എന്താ വിടുവിക്കുന്നത്? തന്റെ ഉള്ളിലെ അവസ്ഥ നോക്കിക്കാണുമ്പോൾ പ്രശംസിക്കുവാൻ ഒന്നുമില്ല. ലോകത്തിന് പ്രശംസിക്കുവാനുണ്ട്, എനിക്ക് നിങ്ങൾക്ക് പൗലോസിനെ നോക്കി പ്രശംസിക്കുവാനുണ്ട്. എന്നാൽ പൗലോസിന് തന്നെ കുറിച്ച് വേണ്ടി നോക്കുമ്പോൾ ഒന്നേ ഉള്ളൂ, ഞരങ്ങിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പല സന്ദർഭങ്ങളിൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ലോകം നിങ്ങളെ പ്രശംസിക്കുമായിരിക്കാം. ലോകത്തിന്റെ പ്രശംസാ വാക്കുകളല്ല എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ആവശ്യമായി ലോകത്തിലെ പ്രശംസ വാക്കുകളല്ല. ആ പ്രശംസിക്കുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെ ഉള്ളങ്ങൾ എത്രമാത്രം വേദനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോടെന്ന് പറയുക, കുഞ്ഞെ ഞാൻ നിന്നെ പ്രസാദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സന്തോഷം വേറെ എന്തുവാ? ഇതാ വേണ്ടത്. എന്താ വേണ്ടത്? ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഒരു പുതിയ നിയമ വിശ്വാസിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന the least sacrifice, ഏറ്റവും ചെറുത് വലുതല്ല, ഏറ്റവും ചെറുത് എന്താ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ യാഗമായി സമർപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാഗം സാക്രിഫൈസിന് വീട് വരുമ്പോൾ അതിനകത്ത് എന്തുണ്ട് നിങ്ങൾക്കറിയാം. അതിനകത്ത് ഒരു രക്തം ചിന്നലുണ്ട്. ഒരു രക്തം ചെയ്യാതെ ഒരു യാഗമില്ല. അങ്ങനെ ഒരു രക്തമുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കേണ്ടത്? ഒരു മരണം സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്റെ ശരീരം ഒരു യാഗമായി ദൈവത്തിന് മുൻപാകെ തീരണമെന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിനൊരു മരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് മരിക്കാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഈ ലോകത്തിലെ ബന്ധത്തെ മരിപ്പിച്ചിട്ടാണ് എന്റെ ശരീരം ദൈവത്തിന് വേണ്ടി യാഗമായി കൊടുക്കേണ്ടത്. ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ
ദൈവത്തിന്റെ പാദങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തെ ഒന്ന് മരിപ്പിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി കൊടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസിന്റെ ഭാഷയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 2 Timothy chapter 4 verse 6. 2 Timothy chapter 4 verse 6. ഞാനോ ഇപ്പോൾ തന്നെ പ്രൈസ് ഗോഡ്, അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാനോ ഇപ്പോൾ തന്നെ ഒരു പാനീയാഗമായി. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ പാനീയാഗമം, പാനീയ എന്നുള്ള ഒരു വേർഡ് അവിടെ കാണുന്നില്ല. അവിടെ കാണുന്നത് ഐ ആം ഗിവിംഗ് മൈസെൽഫ് ആസ് സാക്രിഫൈസ്, ഒരു യാഗമായി തരുന്നു. എന്താ അവിടുത്തെ വിഷയം? പാനീയാഗം തന്നെ എടുത്തു. എന്താണെന്നറിയാം അതിനകത്തെ വിഷയം? പാനീയാഗം എന്നപ്പോൾ ഇസ്രായേൽ മക്കൾ വെള്ളം കോരി ഒഴിച്ച് യാഗം കഴിക്കുമായിരുന്നു. അത് വെളിപ്പെടുത്തുന്നത് അവരുടെ ഉള്ളങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് മുമ്പാകെ പകരപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇപ്പോൾ തന്നെ ഞാൻ ഒരു പാനീയാഗമായി ഞാൻ തീരുക. എത്ര സന്തോഷമാണ് തനിക്ക് പറയുവാനുള്ളത്. എന്നിട്ട് തന്റെ നെക്സ്റ്റ് വേർഡ് പറയുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അപ്പോൾ താൻ മരിക്കുവാൻ തുടങ്ങുക. മരിക്കുന്നതിന് തൊട്ടു മുൻപ് പറയുക, എനിക്കിപ്പോ ചെയ്യുവാനുള്ളത് എന്റെ ശരീരത്തെ ഒരു യാഗമായി, ഒരു പാനീയാഗമായി ഞാൻ ഒരുക്കി കൊടുക്കുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ശരീരത്തെ ഒരു യാഗമായി യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ സാധിക്കും? ലോകത്തിൽ പലരും നമ്മൾ നേടി, അല്ലെങ്കിൽ പലരും നേടിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിനെല്ലാറ്റേക്കാളുപരിയായിട്ട് വളരെ വാല്യുബിൾ ആണ് ദൈവത്തിന് മുൻപാകെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഒരു യാഗവസ്തുവായിട്ട് ദൈവത്തിന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ചുമതലയാണ് ഈ യാഗവസ്തുവിനെ പോറ്റുക എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിനെ പരിപാലിക്കുക. രണ്ട്, എന്താണോ യാഗമായി തീരേണ്ടത്? 1 Peter chapter 2 verse 4. ഒരാത്മീയഗ്രഹമായി, ഇറ്റ്സ് വർഷിപ്പ്, എ സ്പിരിച്വൽ സാക്രിഫൈസ്. ആരാധന ഒരു യാഗമാണ്. ദൈവത്തിന് മുൻപാകെ നാം കഴിക്കുന്നതായിരിക്കുന്ന ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന ഒരു യാഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരിക. ഒരു യാഗം എന്ന് പറയുമ്പോൾ അതിന് ചെലവുണ്ട്. നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന പറഞ്ഞ ചെലവൊന്നുമില്ല. കാരണം ദൈവത്തിന്റെ കൃപയാൽ എല്ലാവർക്കും വെള്ളിയാഴ്ച ഒരു അവധി ദിവസം തന്നിട്ടുണ്ട്. അവധി ദിവസം രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു സമയത്ത് എഴുന്നേറ്റ് 1 മണിക്ക് ഒരു ട്രഡീഷൻ പോലെ ഇനി പോയി പള്ളിയിലേക്ക് വരും. അതാ നമ്മുടെ ആരാധന. ഇന്ന് രാത്രി നോപ്പിക്കട്ടെ, ഇതല്ല ഒരു യാഗമായി തീരുന്നൊരു ആരാധന. ആരാധനയ്ക്ക് കടന്നു വരുവാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്, ആരാധനയ്ക്ക് ഒരു ചാൻസുമില്ല, പോകുവാൻ ഒരു സന്ദർഭവുമില്ല, അതിൻ്റെ നടുവിൽ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തേങ്ങലുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് തടയുവാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെയാണ് അതിന്റെ പ്രാധാന്യത. ഞാൻ ഓർത്തു നോക്കി, എവിടെയാണ് ഈ ആരാധന ഒരു യാഗമായി തീർന്ന വ്യക്തിയെ കാണുന്നത്? ഞാൻ നോക്കിയപ്പോ കണ്ടതായിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൽ 9-10 വാക്യം, റെവല്യൂഷൻ ചാപ്റ്റർ 1 verse 9 and 10. യോഹന്നാനെന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. 10 ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. 10 ദിവസത്തിൽ. എന്താ ഈ 10 ദിവസം എന്ന് പറയുന്നേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവര് അപ്പം നോക്കുവാൻ കൂടി വരുമായിരുന്നു. അന്നത്തെ ഒരു ഇതായിരുന്നു പണ്ട് ഇസ്രായേൽ മക്കൾ ശബത്ത് നാളിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ. പുതിയ നിയമത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ തുടങ്ങിയത് ഞായറാഴ്ച ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് തുടങ്ങിയത്. എന്തിനാ ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ അവരെടുത്ത്? അതിന്റെ 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് അവര് പരാജയപ്പെട്ട ഒരു ക്രിസ്തുവിനല്ല അവർ നിൽക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനാണ് നിൽക്കുന്നത്.
അവർക്ക് ഞായറാഴ്ച ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു, മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ചവനായ യേശു. രണ്ടാമതോട് ചോദിച്ചാൽ പറയാനുണ്ട്, ഞങ്ങൾക്ക് പെന്തിക്കോസ്താൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നത് അതേ ഞായറാഴ്ച ദിവസമായി. ഇങ്ങനെ ഒത്തിരി കാര്യം അവരുടെ മുമ്പിൽ പറയാനുണ്ട്. അതുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം അവരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവർക്കൊരു ജയത്തിന്റെ ദിവസം, മറ്റുള്ള സാധാരണപ്പെട്ട ദിവസങ്ങളെ പോലെ അല്ല. ഇവിടെ എന്താ, ഒരു മനുഷ്യനെ ദൈവത്തിന്റെ വചനം നിമിത്തം രാജാവ് എവിടെയോ ഒരു പദ്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയിരിക്കുക. വെറും പാറക്കെട്ടുകൾ നിറഞ്ഞതായ സ്ഥലത്ത്, ഒരല്പം പോലും വെളിച്ചമില്ലാതെ, അല്പം പോലും തണലില്ലാതിരിക്കുന്ന സ്ഥലത്ത്, അല്പം പോലും ആവശ്യത്തിന് വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത്, ഒരു രീതിയിലും മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കാതെ കിടക്കുന്ന സമയത്ത് ഒരു 10 ദിവസം കടന്നു വന്നപ്പോൾ അന്ന് കലണ്ടർ ഒന്നും തന്റെ മുമ്പിൽ കാണത്തില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം താൻ മനസ്സിലാക്കി, തന്റെ ഉള്ളിന്റെ ഒന്നിനു വേണ്ടി തേങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്, എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കുവാൻ പറ്റണം. എന്റെ സഹകൂട്ടാളികളോ ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടി എന്റെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പാറക്കെട്ടുകളുടെ വിള്ളലിലോ ഞാൻ ആയിരിക്കുന്നെങ്കിലും എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം, എന്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്തണം, എന്റെ ദൈവത്തെ എനിക്ക് സ്തുതിക്കണം. വേണമായിരുന്നെങ്കിൽ യോഹന്നാനെ, നിനക്ക് കിടന്ന് ഉറങ്ങാമായിരുന്നു. യോഹന്നാനെ, നിന്റെ ശരീരം ക്ഷീണമാണോ, നിനക്ക് ബലഹീനതയുണ്ടോ, നിനക്ക് വേണമെങ്കിൽ കിടക്കാമായിരുന്നു എന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ തനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ, എന്റെ സമശിഷ്ടങ്ങൾ ദൂരത്തിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കിടന്നുറങ്ങുവാനല്ല പോകുന്നത്, അവർ ആരാധിക്കുന്നതോടുകൂടെ അവരോടുകൂടെ ഞങ്ങളും ആരാധിക്കുന്നു, അവരും ഞങ്ങളും ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആ സമർപ്പണം എടുത്തപ്പോൾ, ത്യാഗത്തോടുകൂടി ഒരു ആരാധന താൻ ചെയ്തപ്പോൾ, സ്വന്തത്തിലെ ദൈവം കണ്ണടച്ചുകൊണ്ട് നിന്നില്ല. സ്വന്തത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലനെ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തതും, ഇതുവരെ ലോകം മനസ്സിലാക്കാതിരുന്നതും, ഇന്നുവരെ ലോകം അറിഞ്ഞിട്ടില്ലാത്തതുമായിരിക്കുന്ന വരുവാൻ പോകുന്ന സകലതുമായ കാര്യങ്ങളോ നിനക്ക് ഭംഗിയോടെ ഞാൻ വെളിപ്പെടുത്തി തരുവാൻ പോകുക. ലോകത്തിൽ ഒരു മനുഷ്യന് ഗ്രഹിച്ചിട്ടില്ലാത്തതോ നിനക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുക. പ്രിയപ്പെട്ടത്, എവിടുന്ന് കിട്ടിയെന്നറിയാമോ? കഷ്ടപ്പെട്ട് ആരാധിക്കുവാനുള്ള താല്പര്യം തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ, യാഗത്തോടുകൂടി ആരാധിക്കുവാൻ ഒരു താല്പര്യം തന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ, സ്വർഗ്ഗത്തിലെ ദൈവം ആരാധനയുടെ നടുവിൽ നിന്നുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനെ അനുഗ്രഹിച്ചു എന്നുള്ളതാ വിഷയം. നിങ്ങൾ മനസ്സിലാക്കണം, അവധിക്ക് നാട്ടിൽ പോയാൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ചിലരുടെയെങ്കിലും അവധിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കണമെങ്കിൽ തിരിച്ച് ദുബായ് വരണം. ബാക്കി സമയമൊക്കെ ബിസിയാ. സഹോദര, ആഴ്ച 7 ദിവസം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഓർപ്പെടുത്തി കൊടുക്കേണ്ടതാ. നീ ലോകത്തിന് ഏത് മൂലയിൽ നീ കടന്നു പോയാലും, ലോകത്തിന് ഏത് ഭാഗത്ത് നീ ആയിരുന്നാലും, ദൈവത്തെ ആരാധിക്കുന്ന ദിവസം ആരാധനയ്ക്ക് ഒരു വേർപ്പെടുത്തി വെക്കണം. ബാക്കിയുള്ള പ്രോഗ്രാമൊക്കെ അത് കഴിഞ്ഞിടണം. ആരാധന ഒരിക്കലും മുടക്കം വരുവാൻ ഇടയാകരുത്. ഇന്ന് വളരെ ഈസി ആയിട്ട് ആരാധന ദൈവമക്കൾ മുടക്കുന്നത് എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മുടക്കേണ്ടതായി വരും. ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ അതിന് ഒട്ടീനായി മാറരുത്. ആരാധനയ്ക്ക് അതിന് വില കൊടുക്കണം. നമുക്ക് ഇത്രയും സുഖമായിട്ട് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കടന്നു വരുമ്പോഴെങ്കിലും ഒരു വില കൊടുത്തുകൊണ്ട് വരുവാൻ സാധിക്കുമെങ്കിൽ അതാണ് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, എല്ലാം നമുക്ക് സൗകര്യമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യുക, വെള്ളിയാഴ്ച രാവിലെ മറ്റുള്ള ദിവസങ്ങളൊക്കെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകും. എന്നാൽ ഈ വെള്ളിയാഴ്ച രാവിലെ 1 മണിക്കാവുണ്ട്, അറ്റ്ലീസ്റ്റ് 9 മണിക്കെങ്കിലും എഴുന്നേക്കുക. ചിലരൊക്കെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ 10:30 പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ണു തുറന്നു വരുന്ന വരവാ. എന്താ ആരാധന ഇല്ലയോ? എഴുന്നേറ്റിപ്പോ 1 മണിക്ക് പോയാൽ മതി. ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ ആരാധനയ്ക്ക് മുൻപ് കടന്നു വരുന്നതിന് മുമ്പ്, പള്ളിയിൽ ആരാധിക്കുവാൻ കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ വെച്ച് നിനക്കൊരാഗ്രഹം ഉണ്ടാകണം, ഞാൻ കടന്നു പോകുന്ന ദൈവത്തെ ആരാധിക്കുവാനാണെന്ന്. ആരാധനയുള്ള താല്പര്യം എന്റെ ഉള്ളിൽ ഉണ്ടാകണം. ആരാധനയുള്ള താല്പര്യം എന്റെ ഉള്ളിൽ പൊങ്ങണം. ആ താല്പര്യത്തോടെ കടന്നു വരണം എന്റെ ജീവിതത്തിൽ വരുവാൻ. നമ്മള്
സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. 1:15 മീറ്റിംഗ് തുടങ്ങും. പക്ഷെ സഭയിൽ വരുമ്പോൾ എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷ ഇല്ലാത്തവർ മാത്രം കരം കഴിയാത്തയാട്ട്. സഭ എന്ന ശുശ്രൂഷ ഇല്ലാത്തവർ മാത്രം കരം കഴിയാത്തയാട്ട് ആരുമില്ല. ചിലരുടെ ശുശ്രൂഷ തുറന്ന് ഭ്രമിക്കാന്നറിയാം. 1:45. അതുകൊണ്ട് അന്നേരം വരുന്നേ. നേരത്തെ തുടങ്ങി അതിന് നേരത്തെ വന്നേ. എന്താ നേരത്തെ പറയാത്തത്? എന്റെ ശുശ്രൂഷ അപ്പോഴാ തുടങ്ങുന്നേ. സംഗതി അവിടൊക്കെ ഒന്ന് മൂക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അതല്ല ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. ആരാധനയ്ക്ക് വില കൊടുത്തുകൊണ്ട് ആരാധിക്കേണ്ടവരെ ആരാധിപ്പാൻ പ്രതികൂലങ്ങളുടെ നടുവിലും കടന്നു വരേണ്ടത് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ആരാധന ഒരു യാഗമായി തീരണം. ആരാധന ഒരു യാഗമായി തീരണം. നാട്ടിൽ ചെല്ലുമ്പോ അപ്പച്ചൻ പോയി എടാ പോടാ വഴിയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പോയി തല കാണിച്ച് ഇവിടെയും വന്ന് തല കാണിക്കരുത്. ദൈവത്തിലുള്ള പാപം നിൽക്കുന്നുവെങ്കിൽ ഒരുപോലെ നിൽക്കുക, അല്ലെങ്കിൽ വിട്ടേച്ചു പോകും. ആർക്ക് വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്? ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിനാൾ ജീവിക്കുക, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജീവിക്കുക. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോണേ. ദൈവത്തിന് വേണ്ടി വേർപെട്ട് നിൽക്കാത്തവരെ സ്വർഗത്തിലെ ദൈവത്തിന് താല്പര്യമില്ല. കൈയടിക്കാൻ നല്ലതാ, പാട്ടുപാടും നല്ലതാ. പക്ഷെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ വില കൊടുത്ത ദൈവത്തെ ആരാധിക്കുവാൻ വില കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഇതുകൊണ്ട് വരുന്ന വലിയ ഗുണമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ജാതികളുടെ ദേശത്ത് ചെല്ലുമ്പോൾ ജാതികളുടെ മര്യാദ കണ്ട് അത് പഠിച്ച് നിങ്ങൾ അവരുമായി ചേരരുത്. അത് നിങ്ങളുടെ പക്ഷം തിരിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാണിക്കുന്ന വ്യവസ്ഥ എന്തെന്നുള്ളത് അവരുടെ മുമ്പിൽ കാട്ടണം. ഞാൻ ഓർപ്പിക്കട്ടെ, നാം മറ്റുള്ളവരുടെ മുമ്പിൽ വാല് കാട്ടിക്കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നത് അവരെ നരകത്തിൽ വിടുക, കൂട്ടത്തിൽ നമ്മളും പോകുക. അവരെ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ BTHിലെ ഇവാഞ്ചലിസം പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വേദന എത്രമാത്രം വലുതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മറ്റൊന്നല്ല, നരകത്തിൽ തെളിയുന്ന തീച്ചുള്ളൊരു കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെടാത്തവനായി ഞാൻ കാണുന്നത്. ആ തീച്ചൂടൽ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു താല്പര്യമാ, എങ്ങനെയെങ്കിലും ആ തീയിൽ നിന്ന് അവനെ വലിച്ചു കെട്ടിയാൽ കൊള്ളാം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആരാധന ഒരു യാഗമായി തീരണം. ആരാധന ഒരു യാഗമായി തീരണം. മൂന്നാമത്തെ യാഗം സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സ്തോത്രം ഒരു യാഗമായി തീരണം. നമ്മൾ വായിച്ച കുഴുവാക്യത്തിലേക്ക് കടന്നു വന്ന എബ്രായലേഖനം 13:15. ആകയാൽ അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ഇതെങ്ങനെ വേണം? ഇടപെടാതെ അവന്റെ നാമത്തെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ യേശു 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 എന്ന് പറഞ്ഞിരിക്കാനാന്ന് പറഞ്ഞേ? അല്ല, ഹിസ് ക്യാരക്ടർ. അവൻ നമുക്ക് എത്ര നന്മ ചെയ്തു. ഓരോ സ്തോത്രത്തിന് പിന്നിൽ ഉണ്ടാകേണ്ടത് ഒരു നന്ദിയാ. ഹൃദയത്തിൽ നിന്ന് നന്ദിയില്ലാതെ സ്തോത്രം പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. ഹൃദയത്തിൽ നന്ദി നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒരു സ്തോത്രം വന്നാൽ അതിന് പ്രത്യേകതയുണ്ട്, അതിനാ ഒരു ശക്തിയുള്ളത്. കാരണം സാധാരണപ്പെട്ട മറ്റുള്ളവർ പറഞ്ഞ ഒരു സ്തോത്രമല്ല, അതിന് പിന്നിൽ നോക്കിയാൽ ഒരു ചരിത്രമുണ്ട്. അതിനുള്ളം ദൈവത്തോടെ നന്ദിയോടെ നിറയപ്പെടുക. ദൈവത്തിന്റെ വിശുദ്ധവചനം പറയുന്നത് എപ്പം ചെയ്യണമെന്നാ പറഞ്ഞേ? ഇടപെടാതെ, ഒരു നിമിഷം പോലും ഇല്ലാതിരിക്കരുത്. ഇത് കൂടെ കൂടെ വേണം. കാരണം എവിടാ നിൽക്കുന്നത്? ആ യാഗപീഠത്തിൽ എവിടാ നിൽക്കുന്നത്? ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ യാഗം, ഈ ഇടപെടാതെ സ്തോത്രയാഗം അർപ്പിക്കേണ്ടി വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒന്ന് നിങ്ങൾ ചിന്തിക്കേ, 2 പുള്ളികളെ പിടിച്ച് ജയിലിൽ പിടിച്ചിട്ടു, അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. ആമത്തിൽ 2 പടയാളികള് അവരുടെ കൂട്ടത്തിൽ നിൽക്കുക. ഒരു രീതിയിലും മൂവ് ചെയ്യുവാൻ അവർക്ക് യാതൊരു മാർഗമില്ല. പക്ഷെ വെളിയിരുന്ന് സ്തുതിച്ചാൽ യാമത്തിലിട്ട് അവനും സ്തുതിച്ചുകൊണ്ടിരിക്കും. അതാ പ്രത്യേകത. ഈ സ്തുതി
ഈ ചങ്ങല വന്നതുകൊണ്ട് വന്നതല്ല. വെളിയിരുന്ന് സ്തുതിക്കുന്നവൻ ചങ്ങല വന്നാലും സ്തുതിച്ചുകൊണ്ടിരിക്കും. അതായത് പ്രത്യേകത. നമ്മൾ പലപ്പോഴും ഒരു പർട്ടിക്കുലർ സമയത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ ആത്മീയത നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ആത്മീയത കാണിക്കണമെങ്കിൽ വെളിയിൽ വെച്ച് കാണിക്കണം. ആത്മീയത കാണിക്കണം വീട്ടിനകത്ത് വെച്ച് കാണിക്കണം. എന്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആത്മീയത വെളിപ്പെടുമ്പോൾ അകത്ത് വന്നാലും ഞാൻ ആത്മീയനായിട്ട് വെളിപ്പെടും. എന്ത് സംഭവിച്ചു? രണ്ടുപേരെ പിടിച്ചിട്ടു. അവരതിനകത്ത് കിടന്ന് മിണ്ടാതെ കിടന്നോ. ഒരല്പസമയമൊക്കെ കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞു അർദ്ധരാത്രിയായി. ഒരുപക്ഷെ പണ്ടത്തെ പതിവായിരിക്കാം അവരുടെ അർദ്ധരാത്രി എഴുന്നേറ്റ് പാടി സ്തുതിക്കാൻ കഴിഞ്ഞത്. അർദ്ധരാത്രിയുടെ സമയം കടന്നു വന്നപ്പോൾ പതിവ് പോലെ ആരോ വന്ന് തട്ടി അമർത്തി കാണും. രണ്ടുപേരും അങ്ങോട്ട് തുടങ്ങി ഹല്ലേലൂയ പറയാൻ. അവരുടെ ഹല്ലേലൂയയ്ക്ക് ഒരു കാര്യമുണ്ട്. അവരുടെ ഹല്ലേലൂയ നാവിൽ കൂടെ കടന്നു വന്നപ്പോൾ അവർ ഇതായിരിക്കാം, എന്റെ യേശുവേ ഇത്രയും സഹിക്കാൻ നിങ്ങളൊന്ന് യോഗ്യമാക്കിയല്ലോ. നിങ്ങൾ ഉത്തമമാക്കി നിങ്ങളെ സ്നേഹിച്ചല്ലോ. നീ അതിൽ മേടിച്ച് കിടക്കാൻ നിങ്ങളെ യോഗ്യരാക്കിയല്ലോ. ഇതൊക്കെ ഉള്ളിൽ കടന്നു വന്നപ്പോഴത്തേന് സ്തോത്രത്തിന്റെ വിലയങ്ങ് മാറി. ആ സ്തോത്രത്തിന്റെ ഒരു ശക്തിയും കൂടി അവരങ്ങളുടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഉള്ളിൽ ഓർത്തോർത്ത് കടന്നു വരുമ്പോ ആ തോറ്റുള്ള വേദനയെല്ലാം ഒരു മറന്ന സ്തോത്രത്തിന് ശക്തി കൂടി. സ്തോത്രത്തിന് ശക്തി ഒരു ചിന്തയുടെ ശക്തി വന്നു, മറ്റുള്ളവരുടെ ശക്തി വേറെ. ആ കുടുംബം ദൈവത്തെ കണ്ടുമുട്ടുവാൻ സർവ്വത്തിലെ ദൈവം സഹായിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. യെരിഹോ മതിലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് സാധിക്കത്തില്ല എന്നും കഴിഞ്ഞ 6 ദിവസം നടന്നത് വൃഥാവായി ഒരു ഗുണം ഉണ്ടാകത്തില്ല. യെരിഹോ മതിൽ നിന്റെ മുമ്പിൽ വീഴണമെന്നുണ്ടെങ്കിൽ യെരിഹോ മതിലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം വീഴിക്കുമെന്നല്ല പറയുന്നത്. സ്വർഗ്ഗത്തിലെ ദൈവം തന്നിരിക്കുന്ന വാക്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് യെരിഹോ മതിലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ എന്താ നന്ദി പറയുന്നത്? ഒരു കാര്യത്തില് ഈ യെരിഹോ മതിൽ വീഴാൻ പോവാ. അവര് പറയുന്ന അതാ, ഈ യെരിഹോ മതിൽ വീഴാൻ പോവാ. അബ്രാമിനെ വിളിച്ചു നോക്ക്. അബ്രാം പറയും, നീണ്ട 25 വർഷം ഞങ്ങൾക്ക് സന്തതിയില്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയുക, ഞങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കുവാൻ പോകില്ല. അബ്രാം ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങി. അബ്രാം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അബ്രാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്ത മറ്റൊരു കാര്യം വെച്ചുകൊണ്ടല്ല, തനിക്ക് സാറയിൽ നിന്ന് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ മുൻപിൽ കണ്ടുകൊണ്ട് അബ്രാം ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ അബ്രാമിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു മനസ്സിലാക്കണം. മുൻപ് നിൽക്കുന്ന യെരിഹോ മതിൽ മുൻപിൽ വീഴണമെങ്കിൽ മുൻപ് നിൽക്കുന്ന യെരിഹോ മതിലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കുവാൻ നല്ല ദൈവം നമ്മൾക്ക് സാധിക്കുന്നത്. യെരിഹോ മതിലിന്റെ മുൻപിൽ നിന്നിട്ട് ദൈവം പേര് ശ്രേഷ്ഠത്തുകൊണ്ട് യെരിഹോ മതിലെ നോക്കി ഇത് വീഴുവാൻ പോകില്ല, ഇത് നീക്കുവാൻ പോകില്ല. ദൈവത്തിന്റെ ദാസനോട് പോവുക. സത്യയുടെ കൂടെ സെരുബ്ബാബേലിനുള്ള അകപ്പാടിപ്പാരമാണ്. അകപ്പാടിപ്പാരമാണ്, സൈന്യത്താലുമല്ല, ശക്തിയാലുമില്ല, എങ്കിൽ ആത്മാവിനകത്ത് ദൈവത്തിന്റെ ദാസരിപ്പാന് കഴിവുണ്ടായി. അത് കൃപയുള്ള ആണിക്കല്ല് കയറ്റുക. ദൈവമക്കൾ ഓരോ പ്രാവശ്യം കൃപയെന്ന് പറയുമ്പോൾ ഒരു ആണിക്കല്ല് കയറ്റുക. ഇന്ന് രാത്രി ദൈവത്തിന് മക്കൾ മനസ്സിലാക്കണം, അസാധ്യമായ വിഷയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ഒരു സ്തോത്രം പറയുന്നതെങ്കിൽ ആ കല്ല് ഒരു ആണിക്കല്ല് കഴിച്ചുക. അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ സാധിക്കുന്നത്. വിശ്വം കാണുക. എവിടെ കാണുന്നത് നിങ്ങൾ കല്ലുണ്ട്, അതൊന്നും അല്ല തന്റെ മുമ്പിലുള്ള പ്രശ്നമാണ്. ദൈവം ചെയ്യുവായിരിക്കും ദൈവത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് താൻ കഴിയുവാൻ തുടങ്ങുക. ഈ മതിൽ എവിടമാകെ വീഴുവാൻ ചെയ്യുക, ഈ മതിൽ എവിടമാകെ വീഴുവാൻ തുടങ്ങുക. സെരുബ്ബാബേലിനെ തേച്ചു കഴിഞ്ഞാൽ സെരുബ്ബാബേലിനറിയുക തന്നെ യൗവന പ്രായത്തിൽ തുടങ്ങിയ ഒരു ജോലിയ. പക്ഷെങ്കിൽ ഇപ്പോൾ വയസ്സ് ഒത്തിരിയായി, പ്രായം ഒത്തിരിയായി, 10-20 വയസ്സായി, ഏതാണ്ട് 10-35 വയസ്സിൽ തുടങ്ങിയ പരിപാടിയ. 40 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വിക്ഷരിക്കുക. എന്നാൽ അന്ന് യൗവനക്കാലത്ത് നടക്കാത്തത് സെരുബ്ബാബേലിന്റെ വയസ്സ് എന്ന കാലത്ത് എങ്ങനെ നടക്കുമെന്ന് സെരുബ്ബാബേലിനോട് ചോദിച്ചാൽ ദൈവത്തിന് എളുപ്പാട് പറയുവാനുണ്ട്. സെരുബ്ബാബേലിന്റെ മുൻപുള്ള മഹാപർവ്വതം വീഴുവാൻ പോകുന്നത് എനിക്ക് ആരോഗ്യം കൊണ്ടല്ല, കൃപയെന്നുള്ള ആണിക്കല്ല് കഴിക്കുന്നത് കൊണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ മനസ്സിലാക്കുക, എനിക്ക് സ്തോത്രം എന്ന് പറയുന്നത് ഒരു ആരാധന, ഒരു യാഗമായി മാറ്റപ്പെടണം. സ്തോത്രം എന്ന് പറയുന്നത് ഒരു യാഗമായി തീരണം. എന്റെ മുൻപിൽ നിങ്ങളുടെ മുമ്പിൽ കാണേണ്ടത്
ദൈവത്തിന് മുന്നിൽ കൊടുക്കുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്നു. ആ സ്തോത്രം ചെയ്യുവായിക്കുന്ന വാക്കുകൾ എന്തെങ്കിലും നാവിൽക്കൂടെ കടന്നു തരണം. നിരാശകൾ നമ്മളെ മുന്നിൽ കളയുമ്പോൾ, നമ്മുടെ പടികളിൽ കൊണ്ടാക്കുമ്പോൾ നിരാശപ്പെടരുത്. ജീവിതത്തിൽ വേണ്ട ഒന്നും മാത്രമേ ഉള്ളൂ. ദൈവം തന്റെ വാക്യത്തെ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ ഒരു കാര്യം ചെയ്യണം. നമ്മളെ മൂടി കഴിയുമ്പോൾ സാധാരണ നിരാശയില് ഞാൻ ചില സമയത്തെങ്കിലും തന്റെ മൂടി പോകാവുന്ന സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇഷ്ടമുള്ളൊരു പാട്ടെടുക്കൽ, ആ റൂമിൽ നോക്കുകയും കൈയടിച്ച് നല്ല പാട്ട് പാടും. നാലാമത്തെ വരി വരുമ്പോഴത്തേന് ഞാൻ ടൈറ്റിൽ വേസ്റ്റാകും. എന്താണെന്ന് അറിയാമോ? നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പോഴാണ് നിത്യമായി ഇറക്കത്ത എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നതോ, രാവിലെ പകലും എന്റെ മേലത് ഭാരമായിരിക്കുന്നതോ എന്നാൽ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് എന്റെ വീണ്ടും എന്റെ വിഷയങ്ങൾ തുടങ്ങി മാറുന്നത്. അനുഭവിക്കുന്ന മലയാളം ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വലിയ ഉദ്ധാരമാണ്. നിന്റെ വീണ്ടും വീട്ടിലെ പ്രതികൂലങ്ങൾ നിരാശകൾ നടന്നു വരുമ്പോൾ ദൈവത്തെ ഉച്ചത്തിലാക്കുമ്പോൾ അതെല്ലാം പരിചിതമായി മാറ്റപ്പെടായി. നിരാശ മാറ്റപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും പ്രാർത്ഥിക്കുക കയറിയിട്ട് കൈപിടിച്ച് അറിയാവുന്ന ഇഷ്ടമല്ല രണ്ട് പാട്ടെടുത്ത് കൈയടിച്ച് പാട് 10 മിനിറ്റ് എത്രയും ശബ്ദത്തിൽ പാടാമോ അത്രയും ശബ്ദത്തിൽ പാടിക്കുക. അയൽവക്കുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കിട്ടിക്കൊള്ളുക. എനിക്ക് നമ്മുടെ ചർച്ചയുടെ സഹോദരൻ അദ്ദേഹം ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പതിവ് ഞാൻ വെളുപ്പിനെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കും. അദ്ദേഹം എഴുന്നേറ്റ് തന്നെ റൂമിനകത്തോട് ശരിയായിട്ട് ആ ഊമകൾ നോക്കി നല്ല 2 പാട്ടെടുത്ത് പാടി ദൈവത്തെ ആരാധിക്കും. ഇപ്രകാരം കുറച്ച് ദിവസം കഴിയുമ്പോൾ അയൽവാസികളെല്ലാം കൂടെ തുടങ്ങി ഈ മനുഷ്യൻ കിടന്ന് ശബ്ദം ഒഴുക്കുന്ന കേട്ടത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അവരെ ഒരു വാച്ച്മാനോട് നടന്ന സംഭവമാ. അവരെ ഒന്ന് വാച്ച്മാനോട് പറഞ്ഞു ഈ മനുഷ്യൻ കിടന്ന് നിലനിൽക്കുന്നതോട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. പക്ഷേ അദ്ദേഹത്തിന് വാച്ച്മാൻ വന്നപ്പോൾ വാച്ച്മാൻ കാര്യം മനസ്സിലാക്കി ഈ മനുഷ്യനെ എത്ര പറഞ്ഞാലും നിർത്താൻ പറ്റത്തില്ലെന്ന്. പശ്ചാത്തലി അദ്ദേഹത്തിന് ജീവിതത്തിൽ വന്നു. എന്നാൽ ഒന്നിൽ പോലും വിടാതെ ഇന്നൊരു ഹയർ പൊസിഷനിലേക്ക് ദൈവം നിർത്തിയതിന്റെ കാരണമെന്ന് പറയുന്നത് നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സ് വന്നതാ എന്ന് രാത്രി നോക്കിയിട്ട് ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറയുക. ആദരവന്റെ സ്തോത്രയാതെ ഇടപെടാതെ ഓർത്തിക്കണം. സമയം എന്റെ മുമ്പിൽ എല്ലാവർക്കും നമുക്ക് ദൈവസന്നിധാനം വരുന്ന ഇന്ന് രാത്രി ഒരു ഗുരുവന്റെ രാത്രിയാകട്ടെ ദൈവത്തിന്റെ വിശ്വസിക്കുന്നവരും എന്തിനു ദൈവം അയച്ചു നമ്മൾ വേറെ മടങ്ങി പോകത്തില്ല. അത് കാര്യം സാധിച്ചുകൊണ്ട് മടങ്ങി വരുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം മക്കൾ ദൈവത്തെ 5 നിമിഷം ആരാധിക്കുവാൻ തോന്നിയ അല്പസമയം ദൈവത്തെ മഹിതപ്പെടുത്തുവാൻ തോന്നിയ ഇന്ന് രാത്രി നോക്കുകൊണ്ട് നമ്മളെ ശരീരം ജീവന വിശ്വസിക്കുന്ന യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ സ്വയം പിടിച്ചു കൊടുക്കുവാനല്ല ദൈവത്തെ കടലിൽ കൂട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ ദൈവ പകൽ രാത്രിയിലെ എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുവാൻ തോന്നുക.